വിധിയിൽ പൊതുജനത്തിനും പ്രതീക്ഷയുണ്ട്. നീതി പുലരുമെന്നാണ് പൊതുജനം പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ചില പ്രതികരണങ്ങൾ കൂടി കാണാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നടി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും ഇതിന്റെ ബാക്കിൽ ഉള്ളത് ദിലീപാണ് എന്നുള്ളതും. അവന് ശിക്ഷ കിട്ടണം. ദിലീപിനെന്നല്ല, തെറ്റ് ചെയ്ത ആൾക്കാർ ആരായാലും ശിക്ഷിക്കപ്പെടണം. നിയമപരമായിട്ട് കിട്ടാൻ പറഞ്ഞ പരമാവധി ശിക്ഷ അവർക്ക് കിട്ടണം. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ദിലീപെന്നല്ല, ഇനിയിപ്പോൾ പിണറായി വിജയനായാലും ശരി, കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കണം എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. 1000 കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ളതാണ്. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ശിക്ഷ നടപ്പാക്കണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എസ്റ്റാബ്ലിഷ്ഡ് ആക്ടർ അയാളെ കരിയർ 6 വർഷത്തോളം നഷ്ടപ്പെട്ടു. ഇനി അത് ഉണ്ടാവരുത് എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. കാരണം എന്ത് വിധി വന്നു കഴിഞ്ഞാലും അത് ദിലീപിന് അനുകൂലമായിരിക്കും എന്നുള്ളതാണ് പ്രതീക്ഷ. ഇതിൽ ദിലീപോ ബാക്കിയുള്ളവർ അതൊന്നും നമുക്ക് വിഷയമല്ല. തെറ്റ് ആര് ചെയ്തിട്ടുണ്ടെങ്കിലും അവർക്ക് ശിക്ഷ കിട്ടണം ഉറപ്പാണ്. തെറ്റ് ചെയ്ത ആരാണെങ്കിലും അതിന് ശിക്ഷ എന്തായാലും ലഭിക്കും. അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും. ഒരുപാട് സിനിമാ ഫീൽഡിൽ തന്നെ ഒരുപാട് മാറിക്കേണ്ടി വന്നിട്ടുണ്ട്. തെറ്റ് ചെയ്തോ ഇല്ലേന്ന് അറിയുന്നതിനുള്ളിൽ തന്നെ ആൾ അനുഭവിച്ചിട്ടുണ്ട് കുറെ കാര്യങ്ങൾ. ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഇത് വരട്ടെ, നീതി ആരുടെ ഭാഗത്താണ് അവർക്ക് ലഭിക്കുന്നത്. കാശുള്ളവൻ എപ്പോഴും വളർന്നേ നിൽക്കത്തുള്ളൂ. അനുകൂലമായിട്ടുള്ള വിധി വരാൻ ചാൻസ് കുറവാണ്. നടിക്ക് നീതി കിട്ടണമെന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പ്രതി ആര് എന്നുള്ളതല്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം, അതാണ് എന്റെ അഭിപ്രായം. നീതി കിട്ടുന്ന പ്രതീക്ഷിക്കണം. പുള്ളി തെറ്റ് ചെയ്തുള്ളതാണ് പുള്ളി പറയുന്നത്. പുള്ളി ചെയ്തിട്ടില്ലെങ്കിൽ പുള്ളിക്ക് അനുകൂലമായിട്ടുള്ള വിധിയാണ് വരുള്ളൂ. ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ശിക്ഷ ലഭിക്കണമെന്നാണ് ആഗ്രഹം. നീതി കിട്ടണം, കാരണം ഞങ്ങളൊരു സ്ത്രീ ആണല്ലോ. ഞങ്ങൾക്ക് നീതി കിട്ടണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹം. നീതി കിട്ടണമെന്ന് തന്നെയാണ് ആഗ്രഹം. തെറ്റ് ചെയ്യുന്നവർ എന്തായാലും ശിക്ഷിക്കപ്പെടും. അത് തീർച്ചയായിട്ടും നടക്കും. നടിക്ക് നീതി കിട്ടണമെന്ന് നീതിയല്ലാത്ത പ്രവൃത്തിയാണല്ലോ അവിടെ നടന്നത്. അതിനകത്ത് കോടതിയായാലും അതിനകത്ത് ചെയ്യണം എന്ന് തന്നെയാണ് ഞങ്ങളുടെയും ആഗ്രഹം.